ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ്. ചപ്പാത്തി, പൂരി, അപ്പം, ഇടിയപ്പം ഇവയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കോമ്പിനേഷനായ കറിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനാദ്യം ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇനി 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് 2 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ചെറിയ പീസ് കറുവാപ്പട്ട എന്നിവ ചേർക്കുക. ഇതൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് 3 സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുക. എന്നിട്ട് സവാള വഴണ്ടി കിട്ടാൻ ആവശ്യമായ ഉപ്പും കൂടി ചേർക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ട് തുടർച്ചയായി ഇളക്കുക. സവാള നന്നായി വെന്ത് കുഴഞ്ഞ് കിട്ടണം. എങ്കിൽ മാത്രമേ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടുകയുള്ളൂ. സവാള വഴണ്ടി കിട്ടുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമായ തേങ്ങ അരച്ചിട്ട് വരാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർക്കുക. എന്നിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കുക. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച തേങ്ങ മാറ്റി വയ്ക്കുക. ഇതിപ്പോൾ സവാള നന്നായി വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. അതിനായി ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് ഇളക്കാം. തക്കാളി നന്നായി വെന്ത് കിട്ടുന്നത് വരെ തുടർച്ചയായി വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ള പൊടികൾ ചേർക്കാം. തീ ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ തുടർച്ചയായി ഇളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർക്കാവുന്നതാണ്. 200 ഗ്രാം ഗ്രീൻ പീസ് 6 to 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ അരച്ച് മാറ്റി വച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. മിക്സിയുടെ ജാർ കഴുകിയ ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിൽ ഉപ്പിടാം. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് മാത്രമേ സവാള വഴറ്റുന്നതിന് വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഗ്രീൻ പീസ് വേവുന്നതിന് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് നന്നായി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം കറിക്ക് ആവശ്യമായ എല്ലാം ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്തിട്ട്
ആവശ്യമെങ്കിൽ മാത്രം മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ലതുപോലെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചു വെച്ച് ആദ്യത്തെ ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് 2 വിസിൽ വരുന്നത് വരെ തീ കുറച്ച് ലോ ഫ്ലെയിമിലും വേവിക്കുക. പിന്നീട് തീ ഓഫ് ചെയ്തിട്ട് കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷറും പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഗ്രീൻ പീസ് നന്നായി വെന്തിട്ടുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും കുക്കർ അടച്ചു വെച്ച് 1-2 വിസിൽ വരുന്നതുവരെ വേവിച്ചാൽ മതിയാവും. ഗ്രീൻ പീസ് കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.